മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ്, കെ.സി. വേണുഗോപാലിനെ പ്രകീർത്തിച്ച് വീഡിയോ ആൽബം. വി.ഡി. സതീശന്റെ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിലെത്തുന്നു. നേതാക്കളുടെ PR വർക്കുകളോട് അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗ്. A.K. ആന്റണിയും നായനാരും മുഖ്യമന്ത്രിയായെങ്കിൽ കെ.സിക്കും ആകാമെന്ന് അജയ് തറയിൽ. മുഖ്യമന്ത്രി ചർച്ചകളോട് താൽപര്യമില്ലെന്ന് കെ.സി. വേണുഗോപാൽ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ പ്രതിച്ഛായ കൂട്ടാൻ പുതിയ തന്ത്രങ്ങളുമായി നേതാക്കൾ രംഗത്ത്. രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളെ പ്രകീർത്തിച്ച് പുതിയ വീഡിയോകൾ പുറത്തിറക്കി. വി.ഡി. സതീശന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തി പുതിയ പുസ്തകങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. രമേശ് ചെന്നിത്തലയെ ജനനായകനായി ചിത്രീകരിച്ചാണ് വീഡിയോ. 2005 കോൺഗ്രസ് പിളർപ്പിൽ പാർട്ടിയുടെ രക്ഷകനായത് ചെന്നിത്തലയാണെന്ന് വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ പ്രകീർത്തിച്ച് ഗാനവും പുറത്തിറക്കിയിട്ടുണ്ട്. ചർച്ചകൾക്കിടയിൽ പാർലമെന്റിലെയും നിയമസഭയിലെയും പ്രസംഗങ്ങളും ഉൾപ്പെടുത്തിയ പുസ്തകവും കെ.സി. വേണുഗോപാൽ പുറത്തെത്തിക്കുന്നു. കേരള യാത്ര എന്ന പേരിൽ പോഡ്കാസ്റ്റുമായി ചെന്നിത്തലയും രംഗത്തെത്തുന്നു. ഇതിനായി പുതിയ യൂട്യൂബ് ചാനലും ആരംഭിച്ചിട്ടുണ്ട്. ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പോഡ്കാസ്റ്റ് എന്ന് ചെന്നിത്തല വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ അധികാര കസേര ഉറപ്പിക്കാനുള്ള നീക്കങ്ങളായാണ് ഇവ വിലയിരുത്തുന്നത്. ലോക പുസ്തക ദിനത്തിൽ വായനക്കാർക്കായി തന്റെ വക ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണെന്നായിരുന്നു കെ.സി. വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒട്ടേറെ മനുഷ്യർക്ക് ഉറ്റവരെയും കിടപ്പാടവും നഷ്ടപ്പെടുത്തിയ സുനാമി എന്ന മഹാവിപത്ത് മുതൽ തൊഴിലില്ലായ്മയുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ തൊട്ട് കർഷകരും മത്സ്യത്തൊഴിലാളികളും നഴ്സുമാരും വിദ്യാർത്ഥികളും തുടങ്ങി സർവ്വതല സ്പർശിയായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 3 ദശാബ്ദ കാലത്ത് നിയമനിർമ്മാണ സഭകളിൽ താൻ നടത്തിയ പ്രസംഗങ്ങളാണ് പുസ്തക രൂപത്തിൽ ഇറങ്ങുന്നതെന്നും കെ.സി. വിശദീകരിച്ചു. DC ബുക്സാണ് പ്രസാധകർ. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരോക്ഷമായി നിർദ്ദേശിച്ചുകൊണ്ട് അജയ് തറയിൽ രംഗത്തു വന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കെ.സി. ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്ന് ആമുഖമായി പറഞ്ഞ അജയ് തറയിൽ കെ.സിയുടെ നേതൃപാടവത്തെക്കുറിച്ച് വാചാലനായി. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് കെ.സി. വേണുഗോപാൽ എന്നും MLA ആയില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്നുമാണ് അജയ് തറയിലിന്റെ ഭാഷ്യം. A.K. ആന്റണിയും നായനാരും മുഖ്യമന്ത്രിയായത് MLA ആയിട്ടല്ലെന്നും അജയ് തറയിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം കോൺഗ്രസ് നേതാക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ലീഗിൽ നിന്നും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA രംഗത്തു വന്നു. UDFന് വോട്ട് ചെയ്തവർക്ക് നിരാശയുണ്ടാക്കുന്ന ചർച്ചയിലേക്ക് പോകരുതായിരുന്നുവെന്ന് P. അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. ചർച്ചകൾ തടയേണ്ടവർ തന്നെ പരസ്യ പ്രസ്താവന നടത്തുകയാണെന്നും ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് ലീഗിന് കണ്ടറിഞ്ഞു നൽകുമെന്നും അബ്ദുൽ ഹമീദ് പ്രതികരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളോട് താൽപര്യമില്ലെന്ന് ആവർത്തിച്ച് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ രംഗത്തു വന്നു. താൽപര്യമില്ലായ്മയെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്ന് കെ.സി. വേണുഗോപാൽ എന്തുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നില്ലെന്ന ചോദ്യമാണ് മറുവിഭാഗം ഉയർത്തുന്നത്.